ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിരിക്കുമ്പോൾ ആ പണം പിരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത്, നിങ്ങൾ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണ്ട, ഞങ്ങൾക്ക് തന്നാ മതി, ഞങ്ങൾ പണം പിന്നെ പിരിക്കും, ഞങ്ങളത് വീടുണ്ടാക്കി കൊടുക്കും. സർക്കാരിന് കൊടുത്താൽ അവർ പറ്റിക്കുകയാണ്, അതുകൊണ്ട് പണം കൊടുക്കരുത് എന്ന് പ്രചരണം നടത്തി. MP-മാരടക്കമുള്ള, അവിടെ നിന്ന് ജയിച്ച പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള MP-മാർ ഒരു രൂപ പോലും നൽകാതെ അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ പിരിച്ചെടുത്ത്, DYFI പണിയെടുത്ത് പിരിച്ചെടുത്ത്, AIYF പണിയെടുത്ത് പിരിച്ചെടുത്ത്, ഇടതുപക്ഷ യുവജന സംഘടനകളാകെ തങ്ങളുടെ അധ്വാന ശേഷി മുഴുവൻ ഉപയോഗിച്ച് പിരിച്ചെടുത്ത പണമടക്കം ഉപയോഗിച്ചുകൊണ്ട് ആ ഗവൺമെന്റ് മുഴുവൻ ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ നടപടി സ്വീകരിച്ചപ്പോ ഒരു വീട് പോലും നിർമ്മിക്കാതെ പിരിച്ച പണം എവിടെയെന്ന് ഇന്ന് വരെ പറയാത്ത ഒരു കൂട്ടർ പറയാണ് ഞങ്ങളിത് കഴിഞ്ഞുണ്ടാക്കി കൊടുത്തു. ആരാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്നതെന്ന് പറയണ്ടേ? ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പറയണ്ടേ? ഒരു കാര്യം എന്തായാലും ഞാൻ പറയാം, നമുക്ക് എത്ര അഭിപ്രായ വ്യത്യാസം, നമുക്ക് എത്ര അഭിപ്രായ വ്യത്യാസം പോയാലും ഉണ്ടായ വീടിന്റെ ഭംഗിയും കുറവും വലുപ്പവും ചെറുപ്പവും അതിന്റെ ക്വാളിറ്റിയും ഒക്കെ അതൊക്കെ അവര് പരിശോധിച്ചോട്ടെ. മുസ്ലിം ലീഗുകാർക്ക് പിന്നെ അതൊക്കെ പരിശോധിക്കണം, അത് അവർ പരിശോധിച്ചോട്ടെ. ഞങ്ങൾക്കറിയാം ക്വാളിറ്റി എന്താന്നൊക്കെ. ഞാൻ ക്വാളിറ്റി ശേഷം കുറഞ്ഞാലും വേണ്ടില്ല, ഉണ്ടാക്കി കൊടുത്തല്ലോ കുറച്ചെണ്ണം. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പാർട്ടി കുറച്ചെങ്കിലും വീട് ഉണ്ടാക്കി കൊടുത്തല്ലോ, അത്രയും നല്ലത്. അതിൽ ഇനി ലേശം തട്ടിപ്പുണ്ട്, ആയിക്കോട്ടെ, എന്നാലും ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ തട്ടിക്കണത്, ആയിക്കോട്ടെ. കുറച്ചെങ്കിൽ കുറച്ചുണ്ടാക്കി കൊടുത്തിട്ടില്ലേ? ആ ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ സംവിധാനം കുറച്ചെങ്കിൽ കുറച്ച് ഉണ്ടാക്കി കൊടുത്ത് അതിനൊരു ഉദ്ഘാടനമൊക്കെ നടത്തി. കുറച്ചാളവിടെ പോയി താമസിക്കുന്നുണ്ട്. 15,000 ഇവിടുന്ന് കിട്ടിയത് കൂടി ലാഭം കിട്ടിച്ചിട്ട് പോയത്, എന്നാലും വേണ്ടില്ല, പോട്ടെ. അവർക്കും കൊടുത്തിട്ടുണ്ട് 15 ലക്ഷം. 15,000 അല്ല, 15 ലക്ഷം. എവിടെ പോയി കോൺഗ്രസ്? ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. ആ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട് ചോദിക്കണം, എവിടെ നിങ്ങൾ വയനാടിന് വേണ്ടി പിരിച്ച പണം? എവിടെ നിങ്ങൾ വയനാടിന് വേണ്ടി പിരിച്ച വീടിന്റെ പണം? നിങ്ങൾ ആർക്കാണ് വീടുണ്ടാക്കി കൊടുത്തത്? നിങ്ങളെ വിശ്വസിച്ച് എങ്ങനെ ഈ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി കഴിയും? നിങ്ങൾ എങ്ങനെ ഈ കേരളത്തിലെ ജനങ്ങളെ വിശ്വസിപ്പിനെ സംരക്ഷിക്കുമെന്ന് ഉറപ്പിക്കാൻ വേണ്ടി കഴിയും? ഇപ്പൊ പറയുന്നത് ഞങ്ങൾ ഇത് കഴിഞ്ഞുണ്ടാക്കി കൊടുക്കുന്ന. നാട്ടിലൊരു ചൊല്ലുണ്ട്, ആട്ടിനോട് ചെന്നിട്ട് പിണ്ണാക്കി ചോദിച്ചപ്പോ കൊടുക്കാത്ത വീട്ടിൽ ചെന്നാൽ വെളിച്ചെണ്ണ കൊടുക്കുന്ന നാട്ടിലൊരു ചൊല്ലുണ്ട്. വെളിച്ചെണ്ണ മില്ലിൽ ചെന്നിട്ട് ആ വെളിച്ചെണ്ണ മാറ്റി വെക്കുന്ന പിണ്ണാക്കിന്റെ ഒരു കഷ്ണം തരുമെന്ന് ചോദിച്ചപ്പോ പിണ്ണാക്കിന്റെ കഷ്ണം തരാൻ പറ്റൂല എന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കുന്ന മനുഷ്യന്റെ വീട്ടിൽ പോയിട്ട് ദേശം വെളിച്ചെണ്ണ തരുമെന്ന് ചോദിച്ചാൽ തരൂല എന്ന് പറഞ്ഞതുപോലെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ ദുരിത കടലിലൂടെ നീങ്ങുന്ന സമയത്ത് പിരിച്ച പണം മുഴുവൻ എവിടെയാണ് പോയത് എന്നറിയാതെ മുക്കിയിട്ടുള്ള മനുഷ്യന്മാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്നത് ഉണ്ടാക്കി കൊടുക്കുന്നതിനല്ല എന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. എങ്ങനെയാണ് വിശ്വസിക്കുക? അവരിപ്പോ പറയുന്നത് ഞങ്ങൾ വന്ന 3000 പെൻഷൻ തരാം. കേട്ടിട്ട് ബേജാറാകണ്ട, 3000 ഒന്നല്ലേ, നമ്മൾ ഒരു 5000 തരും, പേടിക്കണ്ട. ഇപ്പൊ 2000 അല്ലേ കിട്ടുന്നത്, 5 കൊല്ലം കഴിയുമ്പോഴേക്കും അത് 5000 കിലോ. ബേജാറാവണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്നിട്ട് ഞാൻ ഇതേ യോഗത്തിൽ തന്നെ പറഞ്ഞിട്ട് 2000 തപ്പാക്കുകയെന്ന് പറഞ്ഞിട്ട് പോയ മനുഷ്യനാണ് ഞാൻ. ഇവിടെ തന്നെ അല്ലേ ഇതിന് ലേശപ്പുറത്ത് അവിടെ യോഗം നടത്തിയിരുന്ന 2000 പെൻഷൻ കൂട്ടങ്ങൾ പേടിക്കണ്ടെന്ന് അന്ന് വന്ന ആളുകൾ ഇതിൽ ഇരിക്കുന്നുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. കുറച്ചാളുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഇതാ കൂട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞു പോയ ഒരാളാ ഞാന്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, 5 കൊല്ലം കഴിയുമ്പോഴേക്കും 3000 ഒന്നല്ല 5000 റുപ്യ കിലോ. അതവിടെ കട്ടെ, എത്ര ആവുമെന്നുള്ള അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത് 18 മാസക്കാലത്തെ കുടിശ്ശിക. എന്റെ നാട്ടിലൊരു ഖദീജാത്തുണ്ടായി. ഖദീജാത്തക്ക് ഈ പെൻഷൻ ഇങ്ങനെ മുടങ്ങി 18-20 മാസക്കാലത്തെ കുടിശ്ശികയായിട്ട് കിടക്കുമ്പോഴാണ് നമ്മളെ ഗവൺമെന്റ് വന്നത്. ഗവൺമെന്റ് വന്നപ്പോൾ എന്ത് ചെയ്തു? എല്ലാവർക്കും പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. അന്നത്തെ 600 റുപ്യ വെച്ചാൽ 600 റുപ്യ, 400 റുപ്യ ഉള്ള കാലത്ത് 400 റുപ്യ, രണ്ടും കൂടി കൂട്ടി ഇത്ര റുപ്യ കുടിശ്ശിക ഉണ്ട്. ആ കുടിശ്ശിക കണക്കാക്കി ബാങ്കിലൊരു ജീവനക്കാരൻ മുഖാന്തരം അതെല്ലാം വീട്ടിലെത്തിക്കാൻ തീരുമാനിച്ചു. ഖദീജാത്ത എന്റെ വീട്ടിലും ചെന്നു ഇവര് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെന്നപ്പോ 10,000-15,000 റുപ്യ കൊടുക്കാണ്ട്. 15,000 റുപ്യ കൊടുക്കാൻ വേണ്ടി ഖദീജാത്ത എന്റെ വീട്ടിൽ ചെന്നു. ഖദീജാന്റെ തന്റെ വീട്ടിൽ ചെന്നിട്ട് 15,000 റുപ്യ 500 നോട്ട് ഇങ്ങനെ എണ്ണീട്ടാണ് കൊടുത്തു. 15,000-ന് 500 നോട്ട് എത്ര എണ്ണം വേണം? 500 നോട്ട് എണ്ണിയാൽ 30 എണ്ണം വേണം. പാവം ഖദീജാത്ത ഈ 30-ന് 500 നോട്ട് ഇങ്ങനെ എണ്ണാൻ തുടങ്ങി. ഒരു 4-5 ഒക്കെ എണ്ണി കഴിഞ്ഞപ്പോഴേ ആർക്കാണ് ഖദീജാത്ത ആ ബോധം കെട്ടിട്ട് താഴ്ത്തിക്കാണ്ട്.
ഖദീജാത്ത ബോധം കെട്ട് വീണപ്പോൾ ചുറ്റുള്ള ആളുകളൊക്കെ കൂടി മൊത്തം വെള്ളമൊക്കെ തളിച്ച് ഖദീജാത്ത നീപ്പിച്ചിർത്തിയിട്ട് ഖദീജാത്തോട് പറഞ്ഞ് ചോദിച്ചു എന്തേ പറ്റി വെച്ചോ പറഞ്ഞു അല്ല കുട്ടിയെ ഇതിക്കുള്ള പെൻഷനല്ല നമ്മളെ പറ്റിക്കാനാണ് ഇത്രയൊന്നും കായി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പെൻഷൻ പറഞ്ഞിട്ട് ഇതുവരെ 500 നോട്ട് മര്യാദയ്ക്ക് കണ്ടിട്ടില്ല. 400 റുപ്യാണ് പെൻഷൻ കൊടുത്തിരുന്നുള്ളൂ, 600 ആക്കിയിട്ട് പിന്നെ ഒന്നും കൊടുത്തിട്ടില്ല. മര്യാദയ്ക്ക് ഒരു 500 നോട്ട് നമ്മൾ കാണാത്ത ആൾക്കാണ് ഈ 30-500 നോട്ട് ഒന്നിച്ചിങ്ങനെ കൊണ്ടേ കൊടുത്തപ്പോൾ ഇതാരോ പറ്റിക്കാൻ വേണ്ടി കൊണ്ടേ കൊടുത്തതാണ് വിചാരിച്ചിട്ട് ആ സാധു തലയിച്ചാണ്. ഞാൻ നുണ പറയണല്ലട്ടാ, കഥ പറയണമല്ല, അങ്ങനെ ധരിക്കണ്ട. എന്റെ നാട്ടുണ്ടായ അനുഭവം ഞങ്ങളോട് പറയുന്നത്. ബാബാശ്രീ അടുത്ത ദിവസം മരിച്ചുപോയി. ആ ഖദീജാത്ത പിന്നെ 30 നോട്ടാണ് വേണ്ടി ആട് തലയിച്ച് വീണു. ഇവിടെ ഉണ്ടാവില്ലേ തലയിറ്റില്ലെങ്കിൽ അനുഭവിച്ച ആളുകൾ? 15 മാസക്കാലത്തെ 18 മാസക്കാലത്തെ 20 മാസക്കാലത്തെ കുടിശ്ശിക 400 വെച്ചിട്ടും 600 വെച്ചും കൃത്യമായി കണക്കാക്കി 15,000-ഓ 20,000-ഓ 18,000-ഓ എത്രയാണ് എന്ന് കണക്കാക്കി കൃത്യമായി ആ പണം ആളുകളുടെ കൈകളിലേക്ക് എത്തിക്കാൻ നടപടി സ്വീകരിച്ച് നിങ്ങളെ സംരക്ഷിക്കുന്നത് ഈ ഗവൺമെന്റ് ആണ് എന്ന് പ്രഖ്യാപിച്ച് ഇനി പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ നെട്ടോട്ടമോടണ്ട, ബാങ്കിന്റെ കോണി കയറി മുകളിലേക്ക് പോകണ്ട, കിട്ടുന്ന ചെക്ക് വെച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരിക്കണ്ട, നിങ്ങളൊരു ബുദ്ധിമുട്ടും അനുഭവിക്കണ്ട. നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തുമെന്ന് നടപടികൾ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായി പെൻഷൻ കൊടുക്കാൻ നടപടികൾ സ്വീകരിച്ച് 600 എന്നുള്ളത് ഘട്ടമായി വർദ്ധിപ്പിച്ച് 10 കൊല്ലക്കാലം കഴിഞ്ഞപ്പോ അത് 2,000 രൂപയാക്കി മാറ്റി ആളുകളുടെ കൈകളിലേക്ക് കൃത്യമായി കൊടുക്കുന്ന ഗവൺമെന്റായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഗവൺമെന്റ് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു സംശയത്തിനും അവകാശമില്ല. നിസ്സവർഗത്തിനോടൊപ്പമാണ്, പാവപ്പെട്ട ജനവിഭാഗത്തിനോടൊപ്പമാണ്, അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിനോടൊപ്പമാണ് ഈ ഗവൺമെന്റ് എന്നുള്ളത് അഭിമാനത്തോടെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും. ഇപ്പൊ കിട്ടിയല്ലേ 4,000? ഈ വിഷുവിന്റെ ഇപ്പൊ കിട്ടും 4,000. 2 മാസത്തെ കൊടുക്കും. കയ്യിലെത്തിയിട്ടുണ്ട്, ഇപ്പൊ കയ്യിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും കൊടുക്കാൻ പോവല്ലേ? അപ്പൊ ചോദിക്കണത് തെരഞ്ഞെടുപ്പ് വന്നിട്ട് കൊടുക്കണല്ലേ? തെരഞ്ഞെടുപ്പ് വന്നോണ്ടല്ലേ ഇപ്പൊ പൈസ കൊടുക്കണത്? ഞാൻ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് വന്നിട്ടാണ് കൊടുക്കണമെങ്കിൽ ഇപ്പൊ കൊടുത്താൽ മതിയോ? കൃത്യമായിട്ട് ഇതിന് മുമ്പ് കൊടുത്തിരുന്നില്ലേ? 10 മാസക്കാലത്ത് എവിടെയെങ്കിലും കുടിശ്ശികണ്ട? 10 മാസത്തെ എവിടെയെങ്കിലും കൊടുക്കാൻ ബാക്കിയുണ്ട? 10 മാസത്തിനിടയിൽ ഏതെങ്കിലും മാസം ബാക്കിയുണ്ട? ഖജനാവിൽ പണമില്ല, നിങ്ങൾ ഇങ്ങനെ കൊടുത്താൽ ഞങ്ങൾ വന്നാൽ അതിൻ്റെ ഉള്ളിൽ എലിവെറ്റ് കിടക്കുന്ന ഖജനാവുമായി ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞങ്ങൾക്ക് വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി കഴിയില്ല. ഖജനാവ് കാലിയാക്കാനാണ് പിണറായി ഈ നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വിശ്വസിക്കരുത് എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. പിണറായി തന്നെ വന്നാൽ ആ കാലിയായ ഖജനാവ് വെച്ച് ഞങ്ങൾക്ക് പണം തരാൻ നടപടികൾ സ്വീകരിക്കും. നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതില്ല. നിങ്ങൾ കാലിയായ ഖജനാവിൽ അധികാരത്തിൽ കയറണ്ട, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ നിങ്ങൾ കയറേണ്ടതില്ല എന്ന് ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ, ആർജവത്തോടെ അവരോട് തിരിച്ചു പറയാനുള്ള ശേഷി നമുക്കുണ്ടാകണം. എല്ലാവർക്കും കൊടുക്കും. ഖജനാവ് കാലിയായാലും കൊടുക്കും. കേന്ദ്ര സർക്കാർ തന്നിട്ടില്ലെങ്കിലും കൊടുക്കും. കേന്ദ്ര സർക്കാർ ഇനി പണം തരുന്നില്ല, പരമാവധി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് പരമാവധി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ, നമ്മളെ ഇങ്ങനെ പ്രയാസത്തിലാക്കി മാറ്റാൻ, നമുക്കൊരാനുകൂല്യം കൊടുക്കാൻ കഴിയാതിരിക്കുന്നതിന് വേണ്ടി നമ്മളെ പദ്ധതി വീതം തരുന്നില്ല, GST-യിലെ നമ്മുടെ വീതം തരുന്നില്ല, നമുക്ക് അർഹതപ്പെട്ട കേന്ദ്ര വീതമൊന്നും തരുന്നില്ല. അങ്ങനെ പരമാവധി നമ്മളെ ബുദ്ധിമുട്ടിച്ച് ഞെരുക്കി ഈ കേരളത്തിലെ ഗവൺമെന്റ് പാവപ്പെട്ടവനുള്ള ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി വെട്ടിക്കുറയ്ക്കുമ്പോ അതിനെതിരെ ജനങ്ങളെ തിരിച്ചുവിട്ടുകൊണ്ട് ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി കഴിയുമോ? ഞങ്ങളുടെ പിടിയാളുകൾക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി കഴിയുമോ? കോൺഗ്രസ് വന്നാൽ മതി, അവർക്ക് എങ്ങനെ പിടിക്കാമെന്ന് അവർക്കറിയാം. അതാ ഞാൻ പറഞ്ഞത്. അധികാരത്തിൽ വരാൻ വേണ്ടി കഴിയുമോ? അങ്ങനെ ഘട്ടമായി ഈ കേരളത്തെ ഞങ്ങൾക്ക് എങ്ങനെ പിടിക്കാൻ വേണ്ടി കഴിയുമെന്ന് ആലോചിക്കുന്ന കേന്ദ്ര സർക്കാരിനോട് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം ഞങ്ങൾ പറയുന്നു, എത്ര ഞെരുക്കിയാലും എത്ര ബുദ്ധിമുട്ടിച്ചാലും പാവപ്പെട്ടവന്റെ ആനുകൂല്യം വെട്ടിക്കുറച്ചുകൊണ്ടല്ല ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുക എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും, അഭിമാനത്തോടെ പറയും. അവിടെ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഇപ്പൊ എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1000 രൂപ വെച്ചിട്ട് അർഹതപ്പെട്ട സ്ത്രീകൾക്ക് കിട്ടാൻ തുടങ്ങി. 50 ആളുകൾക്ക് 60 ആളുകൾക്ക് തോതിൽ ചിലയിടത്തൊക്കെ ഇങ്ങനെ എല്ലാവർക്കും കിട്ടി തുടങ്ങുന്നുണ്ട്. ഇനി അപേക്ഷ കൊടുക്കാം. ഒരു വാർഡിൽ 50-60 കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലർക്ക് 100 ആയിട്ടുണ്ട്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം. ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. കാരണം കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ പിന്നെ വേവിച്ചിട്ട് അത് ചോറായിട്ട് മാറുമ്പോൾ ആ ചോറ് ഇങ്ങനെ എന്ത് ചെയ്യുക, ബന്ധം നോക്കാൻ വേണ്ടി അതിനെ മൊത്തം അരി എടുത്തിട്ട് ഇങ്ങനെ ഞെക്കി പീഴ്ച്ച് ഇതൊക്കെ എങ്ങനെയുണ്ടോ നോക്കി എല്ലാം കൂടി ഞെക്കണ്ടല്ലോ.
ഒരു വറ്റെടുത്ത് ഞെക്കിയപ്പോൾ എൻ്റെ നാട്ടിലൊരു വറ്റെടുത്തിട്ട് ഞാൻ ഞെക്കി നോക്കിയ കഥയാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊരു വറ്റെടുത്തിട്ട് നിങ്ങൾ ഞെക്കി നോക്കിയാൽ വ്യത്യാസമില്ലാത്ത തന്നെയാവും, ഒക്കെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ നാട്ടിലെ കഥ പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പ്രഖ്യാപനം വന്നു. എല്ലാവരും അപേക്ഷ കൊടുത്തോളൂ എന്നൊരു പ്രഖ്യാപനം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്റെ നാട്ടിൽ വീട് വീടാന്തരം കയറിയിട്ട് പറഞ്ഞു, വെറുതെ പറയാണ്, ഇങ്ങനൊരു പെൻഷൻ ഇല്ലാട്ട, ഇങ്ങനത്തെ ഒരു ഫോറം തന്നെ അടിക്കാൻ പോണില്ല, ഇങ്ങനൊരു പദ്ധതി ആർക്കും കിട്ടാൻ പോണില്ല, നിങ്ങൾ വെറുതെ ബുദ്ധിമുട്ടണ്ട. ആളുകളോട് വീട്ടിൽ കയറി പറഞ്ഞു, ഇതൊന്നും ഇല്ലാത്ത പദ്ധതിയാണ്, മാർക്സിസ്റ്റുകാർ നുണ പറയാണ്, ഇടതുപക്ഷക്കാർ ആളെ പറ്റിക്കാൻ വേണ്ടി വർത്തമാനം പറയാണ്, അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പദ്ധതി ഒന്നുമില്ല, നിങ്ങളൊന്നും പേടി പിന്നെ കിട്ടാൻ പോണില്ല, അതുകൊണ്ട് ഒരു ഉറുപ്പ്യം കിട്ടാൻ പോണില്ല എന്ന് വീട്ടിൽ കയറി പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ചില വാർഡിൽ അവർ ജയിച്ച വാർഡിലുള്ള മെമ്പർമാർ ആദ്യം ചെയ്തത് അതേ ഫോൺ എടുത്തിട്ട് വീട്ടിൽ കയറിയിട്ട് ഇതപ്പൊ പൂരിപ്പിച്ചോളിട്ടാ കൊടുക്കാനുള്ള സമയക്കുന്നത്. മനസ്സിലായ? ഇതപ്പൊ പൂരിപ്പിച്ചോളയും കൊടുക്കാനുള്ള സമയക്കുന്നു. നേരത്തെ ഇല്ല എന്ന് പറഞ്ഞവര് ഇപ്പൊ കൊടുക്കാൻ പോകുമ്പോ അതിന് ഫോറം പൂരിപ്പിക്കണത്. ഞാൻ വെറുതെ ചൂണ്ടിക്കാണിക്കല്ല, ഇവിടെ ഉണ്ടാവില്ല ആളുകൾ. സ്ത്രീകൾക്കൊരു സുരക്ഷ ഉറപ്പാക്കണമെന്ന് നടപടി സ്വീകരിക്കാൻ ഇന്നലെ വരെ ആർക്കെങ്കിലും സാധിച്ചോ? സ്ത്രീകൾ മനുഷ്യന്മാരായിട്ട് കാണുന്നുണ്ട്, അവര് കാണുന്നില്ല എന്നുള്ളൊരു തെളിവാ ഞാൻ പറയണില്ല. അങ്ങ് കായംകുളത്താണ്, അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. ആ വനിതാ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞ വാക്ക് കേട്ടാൽ ഒരു സ്ത്രീകളെ എങ്ങനെയാ ബഹുമാനിക്കുന്നത് അവിടെ മനസ്സിലാവും. അത് അവിടെ കട്ടെ, നമ്മളെ വിഷയമല്ലാത്തോണ്ട് ഞാനോട് പോണില്ലേ. ഒരിക്കലും സ്ത്രീകളെ മനുഷ്യന്മാരായിട്ട് ഇവർ പരിഗണിച്ചിട്ടില്ല. അങ്ങനെ പരിഗണിക്കാത്ത ആളുകൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കുക, പാവപ്പെട്ടവർ എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കാൻ നടപടി സ്വീകരിക്കുക. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കാത്തത് കൊണ്ട് സ്ത്രീകൾക്ക് ഇന്നലെ വരെ അങ്ങനെ സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വരാൻ പോവുകയാണ് സ്ത്രീ സുരക്ഷാ സംവിധാനം. എല്ലാവർക്കും കൊടുക്കണം എന്നാട്ടെ നമ്മൾ ആഗ്രഹം. സ്ത്രീകൾക്ക് എല്ലാവർക്കും കൊടുക്കണം എന്ന് നമ്മൾ ആഗ്രഹം. ഇപ്പോഴും കിട്ടാത്തൊരു ചിലപ്പോൾ ചിലരൊക്കെ ഉണ്ടാവും. ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. അത് സ്വാഭാവികമാണ്. എല്ലാവർക്കും കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹം. അതിലൊന്നും പിന്നെ ഇങ്ങനെ വേറെ വലിയ ഇത് വേണ്ട, വലിയ പണക്കാരായിട്ടുള്ള കുറച്ചാൾ ബാക്കി എല്ലാവർക്കും കൊടുക്കണം എന്നാണ്. പക്ഷെ എന്താ ചെയ്യാ, കഴുത്തിനാ പിടിച്ചിക്കണത്. കയ്യിന്റെ കാലിന്റെ മുകളിലൊക്കെ ഒന്ന് പിടിച്ച് വലിച്ച് നിർത്തിച്ച കുഴപ്പമില്ല. അത് കഴുത്തിന് പിടിച്ചിട്ട് പൊക്കിയിട്ട് കൊല്ലാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. കേന്ദ്രത്ത് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് കഴുത്തിന് ഞെക്കി പിടിച്ച് ഇപ്പൊ കൊല്ലുന്നുണ്ട് നിൽക്കുകയാണ്. അതിനിടയിൽ കിട്ടുന്ന ശ്വാസത്തിന്റെ ഇടയിലായി പണി നടപ്പാക്കണം. അതുകൊണ്ട് ചില പരിമിതികളൊക്കെ വെച്ചുകൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ചില മാനദണ്ഡം വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. കിട്ടല്ലേ ഇപ്പൊ നമുക്ക്? ഇന്ത്യയിൽ വേറെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്, ഇന്ത്യയിലെ വേറെ സംസ്ഥാനത്തായി ഇങ്ങനെ സ്ത്രീകൾക്ക് സുരക്ഷാ സംവിധാനമുള്ളത് എല്ലാവർക്കും കിട്ടുകയാണ്. വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ബീഹാറിൽ കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണത്തിന് പോയ ആളാണ്. നമ്മുടെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടോ? അവിടെ ചെന്ന് കുട്ടികളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി വീടാന്തരം നാട്ടുപുറത്ത് പോയി. നാട്ടുപുറത്ത് വീട്ടിൽ കയറി ചെന്നാൽ കുട്ടിയുടെ ബാക്കിലെ വാതിൽ തുറന്ന്, വാതിലെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. കാരണം വീട് ഉണ്ടാക്കിക്കുന്ന ഒരു സാരി ഉണ്ട്, അതിന്റെ വേറൊരു സാരി മുന്നിലെ വാതില്, വേറൊരു സാരി പിന്നിലെ വാതില്. അതിന്റെ വീട് എന്ന് പറയാൻ പറ്റില്ല. അവര് പറഞ്ഞ പേര് ചോപ്പടി എന്നാണ്. ആ ചോപ്പടികളിൽ താമസിക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് ചെന്ന്, ആളുകളുടെ ചോപ്പടികളിൽ ചെന്ന് അവിടുത്തെ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണമെന്ന് നമ്മളിങ്ങനെ അവിടെ ചെന്ന് പറയുമ്പോൾ ബാക്കില് ആ ചോപ്പടിയുടെ ചെറിയ ഡോറ് തുറന്ന് കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഉമ്മ എന്നെ പുറത്തേക്ക് വിടും, അല്ലെങ്കിൽ അമ്മ എന്നെ പുറത്തേക്ക് പറഞ്ഞേക്ക്, ഇനി വേഗം ഓടി രക്ഷപ്പെട്ടോ, ഇതാ കുട്ടികളെ പിടുത്തക്കാർ വന്നിട്ടുണ്ട്. ഒറ്റ കുട്ടി സ്കൂളിൽ പോണില്ല. എന്തുകൊണ്ട് സ്കൂളിൽ പോണില്ല എന്നറിയാം നിങ്ങൾക്ക്? സ്കൂളിൽ പോയിട്ട് അവർ സ്കൂളിൽ പോയിരുന്നാൽ, കഷ്ടകാലത്തിൽ ഏതെങ്കിലും സ്കൂളിൽ പോയി ചേർന്നാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം പഠിക്കാൻ വേണ്ടി പിന്നെ ഉപയോഗിച്ചാൽ അവർക്ക് അവരുടെ വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ചെറുതായിട്ടെങ്കിലും അധ്വാനിച്ച് ഒരു ചെറിയ കൈക്കോട്ടോ പിക്കാസോ എടുത്ത് ചെറിയ തോതിലെങ്കിലും പണിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമെങ്കിലും ഞങ്ങളുടെ വരുമാനത്തിനോട് ചേർത്താൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിൽ ഒരു ചെറിയ വരുമാനമെങ്കിലും കിട്ടുമോ, അർത്ഥപട്ടിണിയെങ്കിലും ഒന്ന് മാറിക്കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരാണ് അവരെ എന്നുള്ളത് കൊണ്ട് കുട്ടികൾ അവർ സ്കൂളിൽ പറഞ്ഞേക്കുന്നത്. ആ സ്കൂളിന്റെ കഥ പറയാനല്ല ഞാൻ പിന്നെ പറയാം. ഞാൻ മൂപ്പരോട് ചോദിച്ചു, അല്ല ബുദ്ധിമുട്ടുണ്ടോ അവിടെ പോയാൽ? നാട്ടുപുറത്തല്ലേ, ജീവിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് എല്ലാ ഭക്ഷണം കഴിക്കാമല്ലോ, അത് പ്രശ്നമുള്ള കാര്യമില്ല. അവിടെ ആകെ കിട്ടുന്ന ഭക്ഷണം എന്താ വെച്ചാൽ ഒരു റൊട്ടി ഒരു ദാലും. പക്ഷെ അത് മൂപ്പർക്ക് ബുദ്ധിമുട്ടില്ല. റൊട്ടിയും ദാലും ആയാലും കുഴപ്പമില്ല. ദാല് തന്നെ ലേശം പരിപ്പാണ്, റൊട്ടിയാണ്, ഒരു നേരെ കഴിക്കുള്ളൂ, എന്നാലും കിട്ടുമല്ലോ. പക്ഷെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്താ ബുദ്ധിമുട്ട്? രാവിലെ 4 മണിക്ക് എണീക്കണം.
അപ്പൊ ചോദിച്ചു എന്തിനാ 4 മണിക്ക് എണീക്കണോ? പറഞ്ഞു പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ. എവിടേക്ക് പോകണം? കുറച്ച് ദൂരത്തുള്ള പറമ്പിന്റെ പടം പോയിട്ട് അവിടെ ഒരു പൊന്തക്കാട്ടിനുള്ളിൽ പോയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഏർപ്പാട് നടക്കില്ല. കക്കൂസില്ലാത്തത് വീടില്ലാത്തത് കൊണ്ടാണ്. വീടില്ലാത്തത് ഭൂമിയില്ലാത്തത് കൊണ്ടാണ്. ഈ കേരളത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? എല്ലാവർക്കും വീടുണ്ട്, എല്ലാവർക്കും കക്കൂസുണ്ട്, എല്ലാവർക്കും ഭൂമിയുണ്ട്, സ്വന്തമായി തലചായ്ക്കാൻ ഇടമുണ്ട്. വീട്ടിൽ ആളുകൾ കൂടുമ്പോ അവർക്കൊരു പുതിയ വീട് വേണമെന്ന് എഴുതി കൊടുക്കുമ്പോഴാണ് നമ്മൾ പുതിയ വീട് വെക്കുന്നത്. അങ്ങനെയാണ് വീടിന്റെ പ്രശ്നം ഇപ്പോഴും ബാക്കി നിൽക്കുന്നത്. മഹാഭൂരിപക്ഷം ആളുകൾക്കും വീടുള്ള സംസ്ഥാനമായി ഈ കേരളം മാറിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വീടില്ലെങ്കിൽ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ലൈഫ് എന്ന് പറയുന്ന പദ്ധതിയിലൂടെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് 5 ലക്ഷത്തിലധികം വീടുണ്ടാക്കി കൊടുത്ത ഇന്ത്യയിൽ ഏറ്റവും വലിയ റിക്കാർഡ് സൃഷ്ടിച്ചിട്ടുള്ള ഗവൺമെന്റിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ്. മറക്കാൻ പറ്റുമോ? ലൈഫിൽ എല്ലാവർക്കും വീടുണ്ടാക്കി കൊടുക്കുക, 4 ലക്ഷം കൊടുക്കുക. എല്ലാവർക്കും വീട് എന്ന് പറയുന്ന സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കും. അപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത് കുട്ടി സ്കൂളിലേക്ക് പറഞ്ഞേക്കണില്ല. ഇവിടെ എന്താ 3 വയസ്സ് കഴിഞ്ഞാൽ ആലോചിക്കും അങ്കനവാടിക്കൊന്ന് പറഞ്ഞേക്കാം. 4 വയസ്സായ നമ്മൾ LKG ചേർക്കാം, 5 വയസ്സായ UKGക്ക് മാറ്റാം. 6 വയസ്സിലെ ഇപ്പൊ സ്കൂളിൽ ചേർക്കാൻ പറ്റുള്ളൂ പുതിയ നിയമം അനുസരിച്ചിട്ട്. അതുകൊണ്ട് 6 വയസ്സ് തികഞ്ഞ സ്കൂളിൽ ചേർക്കാം, 1-ാം ക്ലാസ്. എത്ര വയസ്സിൽ ആരംഭിക്കുക? 3 വയസ്സ് മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ കുട്ടീനെ ആരും പറയണ്ട, എല്ലാവരും കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുകയാണ്. ആ സ്കൂളുകളുടെ നിലവാരം എന്താ? ആ സ്കൂളുകളുടെ സ്ഥിതി എന്താ? എല്ലാ സർക്കാർ സ്കൂളുകളും മികവുറ്റ കേന്ദ്രമായി മികച്ച കേന്ദ്രങ്ങളായിട്ട് മാറിയിരിക്കല്ലേ. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലുണ്ട്. നാരായണനൊക്കെ ഓർമ്മയുണ്ടാവും, എന്റെ കുറച്ചും കൂടി താഴെയാണ്. നാരായണനൊക്കെ പഠിച്ചൊരു കാലുണ്ടാവും. 4 കാല് തികച്ചുള്ള ബെഞ്ച് ഒന്നില്ല, 3 കാലേ ഉണ്ടാവുള്ളൂ. 1 കാല് ബെഞ്ച് മറ്റേ മോളിക്ക് കയറ്റിട്ടാലേ ഇരിക്കാൻ പറ്റുള്ളൂ. ഡെസ്ക് എന്ന സാധനം സ്വപ്നം കാണാൻ പറ്റില്ല. നല്ലൊരു ക്ലാസ് റൂമില്ല. അങ്ങനെ ക്ലാസ് റൂം ഇല്ലാത്ത, പഠിക്കാൻ സൗകര്യങ്ങളില്ലാത്ത ക്ലാസ് റൂമുകൾ മാറി, ബെഞ്ചുകൾ മാറി, സ്കൂളുകൾ മാറി, ഏറ്റവും മികച്ചതായിട്ട് മാറി. എല്ലാ സ്കൂളുകളും സ്മാർട്ട് സ്കൂളുകളായിട്ട് മാറി. സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉണ്ടായി, കമ്പ്യൂട്ടർ സൗകര്യങ്ങൾ ഉണ്ടായി, പഠിക്കാൻ മികവുറ്റ കേന്ദ്രങ്ങളായിട്ട് മാറി. പാവപ്പെട്ടവന്റെ കുട്ടികൾക്ക്, സാധാരണക്കാരന്റെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ സ്കൂളുകളിൽ പോകാനുള്ള സൗകര്യമുണ്ടായത് ഈ കേരളത്തിൽ ഇക്കഴിഞ്ഞ കാലയളവിലാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകണം എന്നോളം ചൂണ്ടിക്കാണിക്കണം. മറക്കാതിരിക്കാൻ വേണ്ടി പറയാം. അതിന്റെ അപ്പുറത്തല്ലേ പുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വിതരണം ചെയ്ത സ്ഥലം കൈമലശ്ശേരിയല്ല, കൈനിക്കര. ഇതിന്റെ തൊട്ടപ്പുറല്ലേ കൈനിക്കരയില് സ്കൂളിൽ പുസ്തകമില്ലാത്തൊരു കാലം ഉണ്ടായി. ആ പുസ്തകമില്ലാത്ത കാലത്താണ് ഇവിടുത്തെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ പാഠപുസ്തകങ്ങൾ എടുത്തു. ഓണപരീക്ഷയായിട്ടും പുസ്തകമില്ല. മന്ത്രിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ ഓണപരീക്ഷ നേരത്തെ വന്നതുകൊണ്ടാണ്. ഓണം ഇത്ര നേരത്തെ വരുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇത്ര നേരത്തെ ഓണം വന്നതുകൊണ്ടാണ് പുസ്തകം കിട്ടാത്തതുകൊണ്ട് ഓണം കുറച്ച് വൈകിട്ടുണ്ടെങ്കിൽ പുസ്തകം കൊടുക്കാൻ പറ്റിയിരുന്നു. അങ്ങനെ ഓണപരീക്ഷ നേരത്തെ വന്നതുകൊണ്ട് പുസ്തകം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പുസ്തകം വേണം നിർബന്ധമില്ല, കുട്ടി പുസ്തകമില്ലാതെയും പഠിക്കും. അങ്ങനെ പുസ്തകമില്ലാതെയും കുട്ടികൾക്ക് പഠിക്കാമെന്ന് ഒരു മന്ത്രി പരസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ പുസ്തകമെടുത്ത് ആ പുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയെടുത്ത് അത് കുട്ടികൾക്ക് വിതരണം ചെയ്ത് കുട്ടികൾ ആ പുസ്തകത്തിന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയുടെ മണമിങ്ങനെ പിടിച്ച്, അങ്ങനെയാണ് പുസ്തകം കിട്ടിയാൽ ആദ്യം ചെയ്യും എന്താ അറിയാം കുട്ടികൾ. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അങ്ങനെയാ. പുസ്തകം ഇങ്ങനെ തുറന്നാൽ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മൂക്കിങ്ങനെ വെച്ചാൽ അതിനൊരു മണം വരും. ആ മണം ഇങ്ങനെ ഒന്ന് ആസ്വദിക്കും. ആ പുതിയ പുസ്തകത്തിന്റെ മണം ഒന്ന് ആസ്വദിക്കുന്നത് കുട്ടിയുടെ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കൊരു പുതിയ എന്തോ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നലാണ്, അത് ഉള്ളിലേക്ക് ആവാഹിക്കുകയാണ്. കുട്ടികൾ എന്ത് ചെയ്തു? ഈ എടുത്തു കൊടുത്തിട്ടുള്ള ഫോട്ടോസ്റ്റാറ്റിന്റെ കോപ്പി അവരിങ്ങനെ മണം പിടിച്ച് അതെന്തോ വലുത് കിട്ടി എന്ന രീതിയിലേക്ക് അത് ഉയർത്തിപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആ ഉയർത്തിപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയ കുട്ടികളുടെ കയ്യിൽ നിന്ന് ആസുരശക്തികൾ ആര് എന്ന് ഞാനിവിടെ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. ആ ആസുരശക്തികൾ കടന്നു വന്ന് ആ കോപ്പി ഇങ്ങനെ പരസ്യമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങി പിച്ചിച്ചീന്തി വലിച്ചെറിഞ്ഞ് അതിങ്ങനെ കാറ്റത്തൂടെ പറന്നു നടക്കുമ്പോ ആ കാറ്റത്ത് പറന്നു നടക്കുന്ന താഴെ വീണ് കിടക്കുന്ന കഷ്ണങ്ങൾ കൂട്ടിവെച്ച് എനിക്ക് പഠിക്കാൻ വേണ്ടി കഴിയുമോ എന്ന് അതിങ്ങനെ പറക്കി ഒന്നിച്ചൊന്നിച്ച് വെക്കുന്ന കുട്ടിയുടെ ചിത്രം ഈ ആലത്തിയൂരിന്റെ മണ്ണിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ പറയുന്നത്.
ആ കാലത്ത് നമ്മൾ മാറിയില്ലേ? അടുത്തെല്ലാം കുട്ടി എത്രയല്ല പഠിക്കുന്നവരൊക്കെ ഒന്ന് ആലോചിക്കുക. എല്ലാവരോടും പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. അടുത്ത വർഷം നിങ്ങളുടെ കുട്ടി എത്രയല്ല പഠിക്കണമെന്ന് വെച്ചാൽ അവരുടെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ടോ? പരീക്ഷ അപ്പൊ കഴിയാൻ പോണുള്ളൂ. 10ാം ക്ലാസ് പരീക്ഷ ഒന്നല്ലേ കഴിഞ്ഞത്? അല്ലേ? എന്നല്ലേ 10ാം ക്ലാസ് പരീക്ഷ ഒന്നല്ലേ അവസാനിക്കുന്നത്? 10ാം ക്ലാസ് പരീക്ഷ ഒന്ന് അവസാനിച്ചു. ഏകദേശം പരീക്ഷയൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തെരഞ്ഞു നിൽക്കണം. നേരാണ്. ഒരു വാർഷിക ആഘോഷിക്കണം, ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണം, കുട്ടികളെ ക്ലാസ്സിലത്തെ ഒരു ഫോട്ടോ എടുക്കണം, എന്നിട്ട് അവർക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ലോക്യം പറയണം, എന്നിട്ട് അടുത്ത കൊല്ലത്തേക്ക് തയ്യാറെടുക്കണം. അങ്ങനെ തയ്യാറെടുക്കാൻ വേണ്ടി ആഘോഷപൂർവ്വം ഇക്കൊല്ലത്ത് അവസാനിപ്പിക്കുമ്പോൾ അവരുടെ കൈകൾ പറഞ്ഞു, നിങ്ങൾ ആഘോഷമായി നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതാ, നിങ്ങൾക്ക് ആവാഹിക്കാൻ, നിങ്ങൾക്ക് മണക്കാൻ, നിങ്ങൾക്ക് ആ പുത്തൻ മണം ആസ്വദിക്കാൻ, നിങ്ങൾ ഇത് അടുത്ത വർഷത്തേക്കുള്ള പുത്തൻ മണവുമായി നിങ്ങൾ വീട്ടിലേക്ക് കടന്നുപോയിക്കൊള്ളൂ. നിങ്ങളുടെ പാഠപുസ്തകം ഇതാ എന്ന് കയ്യിൽ വെച്ചു കൊടുത്ത് അടുത്ത വർഷം പഠിക്കാനുള്ള പുസ്തകം ഈ വർഷം തന്നെ കൊടുക്കാൻ നടപടി സ്വീകരിച്ച ഗവൺമെന്റാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. മറക്കാൻ പറ്റുമോ? വേറെ ആരാ കൊടുത്ത്? അപ്പോഴാണ് ഒരു വിദ്വാൻ ചോദിക്കണത്, ജയിച്ചോ തോറ്റോ എന്നറിഞ്ഞിട്ട് കൊടുത്താൽ പോരെ? ജയിച്ചോ തോറ്റോ എന്നറിഞ്ഞിട്ട് കൊടുത്താൽ പോരെ? അവര് തോൽപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. വിചാരിച്ചിരിക്കണ്ട, നമ്മൾ ജയിപ്പിക്കാൻ നടക്കുന്നവരാണ്. ഇവര് നമ്മളെ പരാജയപ്പെടുത്താൻ നടക്കുന്നവരാണ്. അതുകൊണ്ട് കുറച്ചാളെ പരാജയപ്പെടുത്തിയാലേ ഒരു ഇതാവുള്ളൂ. നമ്മളങ്ങനെയല്ല, എല്ലാവരും ജയിക്കട്ടെ എന്നാണ്. എല്ലാവരും ജയിച്ച IAS കിട്ടാനല്ല. ജയിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ജയിച്ചു കഴിഞ്ഞ് കുറെ ആളുകൾ പല വഴിക്ക് പിരിയും. ഈ ജയിച്ചവരൊക്കെ കുറച്ചാൾ ജയിപ്പിച്ചവരൊക്കെ IAS കിട്ടിയ ജയിച്ചു പോകുന്ന ആളുകൾക്ക് കുറച്ച് കഴിഞ്ഞ് അവരിങ്ങനെ ജയിച്ച് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് പറന്നുപോയി, വിവിധ മേഖലകളിൽ കഴിവുള്ളവരായിട്ട് മാറി. എല്ലാവരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരല്ലല്ലോ, പലതരത്തിൽ കഴിവുള്ളവരല്ലേ. അങ്ങനെ കഴിവുള്ളവരായിട്ട് മാറും. അതുകൊണ്ട് ജയിക്കട്ടെ, പാറി നടക്കട്ടെ, അവരിങ്ങനെ പാറി നടക്കട്ടെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തട്ടെ, വിവിധ കഴിവുള്ളവരായിട്ട് മാറട്ടെ, ഓരോരുത്തരുടെയും കഴിവ് അവർ പ്രകടിപ്പിക്കട്ടെ. അതുകൊണ്ട് ജയിപ്പിക്കും. അതുകൊണ്ട് ജയിച്ചോ നോക്കിയിട്ടല്ല കൊടുക്കുന്നത്, എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചു. പാഠപുസ്തകം എല്ലാവർക്കും കിട്ടുകയല്ലേ? രണ്ട് സമീപനാണ്. തോൽപ്പിക്കുന്നത് ഒരു സമീപന, ജയിപ്പിക്കുന്നത് വേറൊരു സമീപനാണ്. കൊടുക്കാത്തത് ഒരു സമീപനാണ്, കൊടുക്കുന്നത് വേറൊന്നാണ്. ഇത് പറയാനാണ് ഞാനൊക്കെ പറയുന്നത്. ബദല് 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 എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങനെ പറഞ്ഞ സാധനമല്ല. ഇതാണ് ബദല്. കാഴ്ചപ്പാടിൽ ബദലുണ്ട്, നടപ്പിലാക്കുന്നതിൽ ബദലുണ്ട്, പ്രയോറിറ്റിയിൽ ബദലുണ്ട്, ഇടപെടുന്നതിൽ ബദലുണ്ട്, എല്ലാറ്റിലും ബദലുണ്ട്. അതാ ബദല്. ബദൽ ബദൽ എന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടാവണമല്ല, ഒരു ബദൽ നയാണ് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നയത്തിന് ബദൽ, കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സമീപനത്തിന് ബദൽ. അതാണ് കേരളത്തിലെ ഗവൺമെന്റ്. എല്ലാവർക്കും കൊടുക്കല്ലേ? നിങ്ങൾ ആലോചിക്കുക. കേരളത്തിലെ ആശുപത്രി നിങ്ങൾക്കറിയും. ഇത്ര മികച്ചൊരു ആശുപത്രി കേരളത്തിലുണ്ട? ചില ആളുകളൊക്കെ ചോദിക്കുന്നത് കേരളത്തിലെ ആശുപത്രി ഇത്ര മികച്ചതാന്ന് പറയാൻ പറ്റുമോ? 1.5 കൊല്ലമായിട്ട് ആശുപത്രിയുടെ ഉള്ളിലൂടെ ഇങ്ങനെ ഉളിയിട്ട് അതിന്റെ എല്ലാ മേഖലകളിലൂടെയും കടന്നുപോയി ആശുപത്രി എന്ത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരാള് എന്നുള്ള നിലയ്ക്ക് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും, കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എത്രത്തോളം പാവങ്ങളെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. ഒരസുഖം വന്നാൽ എവിടേക്ക് ഓടും? പനി വന്നാൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കാണിക്കാം. ചെറിയ അസുഖം വന്നാൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കാണിക്കാം. ഒരു പ്രധാനപ്പെട്ട അസുഖം നമ്മളെ ആരെങ്കിലും ബാധിച്ചാൽ നമ്മുടെ മനസ്സിനുള്ളൊരു വേദനയായി എവിടെയോടും? എങ്ങനെ കാശുണ്ടാവും? എങ്ങനെ ചികിത്സിക്കും? എങ്ങനെ മുന്നോട്ട് പോകും? നാളെ എന്ത് ചെയ്യും? മരിക്കുന്നതുവരെങ്കിലും ചികിത്സിക്കണ്ടേ? മരിക്കുന്നതുവരെ പ്രയാസമില്ലാതെ മരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണ്ടേ? ഒരസുഖം വരുമ്പോഴാണ് നമ്മൾ അതിന്റെ പ്രയാസം മനസ്സിലാക്കുക. നല്ലപോലെ ആ പ്രയാസം മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ളത് അനുഭവത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങളോട് പറയുന്നത്. ഞാൻ വേറൊരാളും പറയാനുള്ള ഒരാളും നിങ്ങൾ അനുഭവിക്കാനുള്ള ആളും അല്ല, ഞാൻ നിങ്ങളെപ്പോലെ അനുഭവിച്ച ആളെന്നുള്ള എനിക്ക് പറയുക. അപ്പൊ നമുക്ക് ഓടിച്ചെല്ലാൻ ഒരു കേന്ദ്രം ഉണ്ടാവണം, ഒരു അഭയസ്ഥാനം ഉണ്ടാവണം. എവിടെ പോവും? ക്യാൻസർ വന്നാൽ MVRലേക്ക് പോയിക്കോളൂ, പോകാനൊക്കെ സൗകര്യമാണ്. ഉള്ള 10 സെന്റ് എവിടെ കൊണ്ട് വിറ്റോളൂ, വിൽക്കുമ്പോൾ കായ് കിട്ടില്ല. കാരണം ഇയാൾക്ക് ഇത് ചികിത്സിക്കാനുള്ള സൗകര്യം എപ്പോൾ കാശുണ്ടാവില്ല, വാങ്ങുന്ന ആൾക്ക് വില കൊടുക്കാൻ പറ്റില്ല. ഉള്ള 10 സെന്റ് വിറ്റാലും ചികിത്സിക്കാൻ തികയില്ല. പോവാൻ MVR നല്ല ഹോസ്പിറ്റലാണ്. ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിനെ കുറ്റം പറയാനല്ല. സ്വകാര്യ ആശുപത്രികൾ എവിടെ പോയി എങ്ങനെ ചികിത്സിക്കാൻ കഴിയും?
സർക്കാരിന്റെ മെഡിക്കൽ കോളേജുകളുണ്ട്. നിങ്ങൾ നോക്കുക, തിരൂരിലെ ഗവൺമെന്റ് ആശുപത്രി ഉണ്ട്, 2 ഓങ്കോളജിസ്റ്റ് ഉണ്ട് അവിടെ. ഓങ്കോളജിസ്റ്റ് ആണ് അറിയോ? ക്യാൻസറിന് ചികിത്സിക്കുന്നതാ ഡോക്ടറാണ് ഓങ്കോളജിസ്റ്റ്. ഈ തിരൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിൽ 2 ഓങ്കോളജിസ്റ്റ് ഉണ്ട്. അവിടെ ഒരു പുതിയ കെട്ടിടം പണിയുന്നുണ്ട്. കെട്ടിടം പണിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അത് വേണ്ടത്ര പ്രവർത്തനക്ഷമമാക്കാത്തത് കൊണ്ട് മാത്രം അവിടെ പൂർണ്ണസജ്ജമായിട്ടില്ല. അതും കൂടി പൂർണ്ണസജ്ജമായിട്ട് മാറിയാൽ റേഡിയേഷൻ അടക്കമുള്ള സംവിധാനമുള്ള ക്യാൻസറിന് ചികിത്സിക്കാൻ കഴിയുന്ന ഏറ്റവും മികവുറ്റ ആശുപത്രിയായി ഈ തിരൂരിലെ ജില്ലാ ആശുപത്രി മാറും എന്നുള്ളത് സംശയിക്കണ്ട. ഇപ്പൊ തന്നെ ഏറ്റവും മികച്ചതാണ്. 2 ഓങ്കോളജിസ്റ്റ് ഉണ്ട്. പാവപ്പെട്ടവൻ എങ്ങടെ ഓടുക? തിരൂരിലെ ആശുപത്രിക്കാ ഓടുക. കാരണം എന്താ? പണം വേണ്ട. ആദ്യം ചെന്ന ഉടൻ പറയും 12 കീമോ, 15 കീമോ, 18 കീമോ എന്നത് പറയും. കീമോ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രേ ഉള്ളൂ. കാരണം എന്താ? അവിടെ ചെന്ന് കിടക്കുക, ഒരിങ്ങനെ എന്താ പറയാ, ഗ്ലൂക്കോസ് കയറ്റുന്ന കുപ്പി കൂടെ അങ്ങനെ കയറ്റുക, നമ്മൾ നീച്ച് പോരുക. നമുക്കറിയില്ല. എന്റെ അനുഭവം ഞാൻ പറയാം. എങ്ങനെ ദിവസം കയറ്റിനാണ്ടിൽ ഒരു ദിവസം ചെന്നവ പറഞ്ഞു മരുന്നില്ല, പുറത്തേക്ക് എഴുതി തരാം, മരുന്ന് മേടിച്ചോളി. ഞാനും വിചാരിച്ചു ആയിക്കോട്ടെ, തരക്കടൊന്നുമില്ല. എന്റെ പോക്കറ്റിൽ 2-3000 റുപ്യൊക്കെ ഉണ്ട്. അത്ര മോശക്കാരനൊന്നും അല്ലല്ലോ. 2-3000 റുപ്യൊക്കെ പോക്കറ്റിലുണ്ട്. അപ്പൊ വലിയ മൊലാളി അയച്ചിട്ടുണ്ട്, എഴുതിക്കോളിമേ, ഞാൻ പുറത്ത് മേടിച്ചു. മരുന്ന് എഴുതുന്നു. അവർ എഴുതുന്നിട്ട് ഞാൻ പുറത്ത് ചെന്നിട്ട് അവിടെ സർക്കാരിന്റെ ആ മരുന്ന് ചോദിച്ചോ, ഇവിടെ ഇല്ല, അപ്പുറത്ത് ചോദിച്ചോളി. അപ്പുറത്ത് ചോദിച്ചോ പറഞ്ഞു ഇത് കുറച്ച് വില കൂടിയ, എത്രയാവുമെന്ന് വെച്ചു. അധികം ഒന്നും ഉണ്ടാവില്ല, ഒരു 15,000 റുപ്യ ആവുള്ളൂ. ഒറ്റക്ക് ഇതിനാണ്. ഞാൻ 15,000 റുപ്യ ആവുള്ളൂ തന്നെ, കുറവാണ്. അത് അവിടെ പോയ എത്ര കാര്യങ്ങള് MBR പോയാൽ 30,000 റുപ്യാണത്. 30,000 റുപ്യക്കാണ് ഒരു കീമോ നടക്കുക. 15,000 റുപ്യക്ക് നമ്മൾ പുറത്തുനിന്ന് ഇവിടെ മേടിക്കുക. സൗജന്യമായിട്ടാണ് സർക്കാർ കൊടുക്കുന്നത്. 1 രൂപ ചെലവില്ലാതെ നമ്മളവിടെ പോയി കിടന്നാൽ കീമോ അങ്ങനെ കിട്ടുകയാണ്. നമ്മളവിടെ കിടന്നാൽ ഓപ്പറേഷൻ ഇങ്ങനെ നടക്കുകയാണ്. നമ്മളവിടെ ചെന്നാൽ നമുക്ക് സൗകര്യങ്ങൾ ചെയ്യാണ്. നമ്മൾ ആശുപത്രിയിൽ ഇങ്ങനെ ചെന്ന് നമ്മുടെ ചികിത്സാ സൗകര്യത്തിന് വേണ്ടി വലിയ ആശുപത്രിയാണ്, നാട്ടുകാരാകെ ചെല്ലുകയാണ്. അതിന്റെ പരിമിതി ഉണ്ടാവും. പക്ഷേ ആ പരിമിതിക്കുള്ളിലും പാവപ്പെട്ടവനെ സംരക്ഷിക്കാൻ, സാധാരണക്കാരന് ചികിത്സ നൽകാൻ, സാധാരണക്കാരന്റെ മികച്ച സംവിധാനം ഉണ്ടാക്കാൻ പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ സൗകര്യം ഉണ്ടാക്കി. നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ രാവിലെ ഒരു ഡോക്ടർ, ഉച്ചയ്ക്ക് മറ്റൊരു ഡോക്ടർ, വൈകുന്നേരം വരെ OP ഉണ്ടായിരിക്കണം. അങ്ങനെ എല്ലാവർക്കും ചികിത്സാ സൗകര്യമുള്ള സംസ്ഥാനമാക്കി മാറ്റാൻ ഈ കേരളത്തിൽ നടപടികൾ സ്വീകരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഗവൺമെന്റ് ആണ്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടാണ് ഈ നേട്ടം ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. വേറെപ്പോഴുണ്ടായത് ഏറ്റവും മികവുറ്റ കേന്ദ്രമായിട്ട് നമ്മുടെ ആശുപത്രികൾ മാറി, ചികിത്സിക്കാൻ സൗകര്യമുള്ള ആശുപത്രികളായിട്ട് മാറി. ആ ആസ്പത്രിയും കൂടി ഇല്ലെങ്കിണ്ടല്ലോ അവര് കൊല്ലും. അറിയങ്ങള് സ്വകാര്യ ആശുപത്രികളുണ്ട്. എന്താ സ്വകാര്യ ആശുപത്രികളെ റേറ്റ് അറിയാം? കൊല്ലുങ്ങളെ. ഇപ്പൊ തന്നെ കേരളത്തിലുള്ള സ്വകാര്യ ആശുപത്രി പിന്നെ പെരിന്തൽമണ്ണയിൽ 2 ഉണ്ട്. പേര് പറഞ്ഞ മോശമല്ലേ? കോട്ടക്കലിൽ 2 ഉണ്ട്. കോഴിക്കോട് 2 3 ഉണ്ട്. 3 ഒന്നല്ല, എണ്ണം കുറെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ എണ്ണം പറഞ്ഞതിനറിയാം. ഇതൊക്കെ അമേരിക്കൻ കമ്പനികൾ ഏറ്റെടുത്തിട്ടുള്ള ആശുപത്രികളാണ്. പേരൊക്കെ വേണമെങ്കിൽ പറഞ്ഞുതരാം കൃത്യമായിട്ട്. പെരിന്തൽമണ്ണയിൽ 2, കോട്ടക്കല് 2, പിന്നെ കോഴിക്കോട്ടെ 3 4 ആശുപത്രികൾ അമേരിക്കൻ കമ്പനികൾ ഏറ്റെടുത്ത് ആ കമ്പനികളുടെ ഷെയർ വെച്ച് 80% ആ കമ്പനികളുടേതായിട്ട് മാറ്റിയിട്ടുണ്ട്. അവരെന്തിനാ ഏറ്റെടുക്കുന്നത്? നമ്മളെ ചികിത്സിക്കാച്ചിട്ട് അമേരിക്കക്കാരങ്ങനെ വന്നിട്ട് കത്തിക്കാച്ചിരിക്കണ്ട, ലാഭം ഉണ്ടാക്കാൻ. അങ്ങനെ ലാഭം ഉണ്ടാക്കണമെങ്കിൽ, അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ പണം ഈടാക്കണം. കൂടുതൽ പണം ഈടാക്കണമെങ്കിൽ അവിടേക്ക് ആളുകൾ വരണം. അവിടേക്ക് ആളുകൾ വരണമെങ്കിൽ സർക്കാർ ആശുപത്രികൾ തകരണം. സർക്കാർ ആശുപത്രികൾ തകരണമെങ്കിൽ സർക്കാർ ആശുപത്രികൾ മോശമാണ് എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി കഴിയണം. അതിനെ മെച്ചപ്പെടുത്തുന്ന ഈ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി കഴിയണം. അതുകൊണ്ട് ആശുപത്രി ലോബികൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ എന്ത് ചെയ്തുകൊണ്ടാണെങ്കിലും ഈ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ജാഗ്രത നമുക്ക് ഉണ്ടാവണം. ഇവിടെ അല്ലേ കാണുന്നത്? ഏറ്റവും മികച്ച രീതിയിൽ കേരളത്തിൽ ആശുപത്രികൾ മാറി. നിങ്ങൾ നോക്കുക, ഞാൻ പാലക്കാട് പിന്നെ ഈ അറ്റത്തെത്താൻ ഒരു പൊതുയോഗത്തിന് പോകും. ഒരു ദിവസം ഞാനിങ്ങനെ പൊതുയോഗത്തിന് പോകാൻ കുറ്റിപ്പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറ്റിപ്പുറത്തൊരു ചെറുപ്പക്കാരൻ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. ആ കുട്ടീൻ്റെ അടുത്ത് വന്നു, മാഷെ കണ്ടപ്പോൾ ഒരു സന്തോഷമൊക്കെ പ്രകടിപ്പിച്ച് കയ്യൊക്കെ തന്നു. മാഷെ ചായ കുടിച്ചിട്ട് പോകാറുണ്ട്. ഞങ്ങളെണ്ണം കൂടി ഒരു കാൽ ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ കുട്ടി പറഞ്ഞു, ഏണ്ടാ പോട് വെച്ചപ്പോൾ ഞാൻ പൊതുയോഗത്തിന് പോകും. അപ്പൊ മാഷ് ആ കുട്ടി പറഞ്ഞു,
കേരളത്തിൽ സംരംഭം തുടങ്ങാൻ ഈ ഗവൺമെന്റ് ചെയ്ത നേട്ടം എന്തെന്ന് മാഷിക്ക് ചെന്നവർ എനിക്കറിയാം. ഞാനൊരു സംരംഭകനാണ്. ഞാൻ എറണാകുളത്ത് ഒരു സംരംഭം തുടങ്ങി, അത് നന്നായിട്ട് വിജയിച്ചിട്ട് അതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നല്ല കഴിവുള്ള കുട്ടിയാണ്, വീട്ടൊക്കെ കഴിഞ്ഞാണ്. സംരംഭം തുടങ്ങിയ കുട്ടിയാണ്, ചെറുപ്പക്കാരനാണ്. അവൻ പറഞ്ഞു, മാഷ് പൊതുയോഗത്തിന് അപ്പോൾ വെച്ചാൽ ഇന്റെ കാര്യം കൂടി ഒന്ന് പറയണം. അതായത് കേരളത്തിൽ സംരംഭത്തിന് വേണ്ടി ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാഷൊന്നും നാട്ടുകാരോട് പറയണം. നാട്ടുകാർക്ക് ഇതൊന്നും അറിയില്ല. ഞങ്ങളിങ്ങനെ കുറച്ചാളുകൾ സംരംഭം നടത്തുന്നവർക്ക് മാത്രമേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. കേരളത്തിൽ വ്യവസായ സൗഹൃദമാണ്, സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്ന സംസ്ഥാനമാണ്. കൂടുതൽ വ്യവസായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു ഉദ്യോഗസ്ഥന് വേണ്ടി പ്രത്യേകമായി നിയമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ വരുന്ന, വ്യവസായങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന വ്യവസായങ്ങളുള്ള സംസ്ഥാനമായി ഈ കേരളം മാറിയിരിക്കുകയാണ്. അങ്ങനെ മാറുന്നതിന് നേതൃത്വം കൊടുത്ത ഗവൺമെന്റിന്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ്. മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു കുടുംബയോഗത്തിൽ പങ്കെടുത്തു. ആ കുടുംബയോഗത്തിൽ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ട്, ചെറുപ്പക്കാർ, വളരെ 18, 19, 15, 14 ഒക്കെ വയസ്സായ കുട്ടികൾ. ഞാൻ അവരോട് ചോദിച്ചു, 110ന്റെ ബൾബ് എന്ന് കേട്ടുക്കണം. 110ന്റെ ബൾബ് ഇരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടാവും, ഈ ചെറിയ കുട്ടിയൊക്കെ ഓർമ്മ ഉണ്ടാവില്ല. ഈ 110ന്റെ ബൾബ് പറഞ്ഞ സാധനം ഇവർ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഒരു കുട്ടി ടീച്ചർ പറഞ്ഞു, അത് ഞാൻ കേട്ടിരിക്കണം, പക്ഷേ ഈ ഫിലമെന്റിന്റെ ബൾബല്ലേ 110, ഇപ്പൊക്കെ CFL LED അല്ലേ, പണ്ട് ഈ ഫിലമെന്റിന്റെ ബൾബ് അത് കേട്ടിട്ടുണ്ട്, ആ ബൾബല്ലേ 110ന്റെ ബൾബ്. പറഞ്ഞ അല്ല കുട്ടിയെ, അത് 110ന്റെ അല്ല, 110ന്റെ ബൾബ് എന്ന് കേട്ടിക്കണം. അപ്പൊ ആരും കേട്ടിട്ടില്ല. ഈ ഇരിക്കുന്ന കുട്ടികൾ കേട്ടിട്ടുണ്ടാവില്ല. ഇവിടെ ഇരിക്കുന്ന തല നിറച്ച കുറെ ആളുകളുണ്ടാവും. ആലത്തൂർ അങ്ങാടി പോയി ഒരു 110ന്റെ ബൾബ് വാങ്ങി വൈകുന്നേരം 6 മണിക്ക് സാധാരണ ബൾബ് ഊരി ആ 110ന്റെ ബൾബ് ഹോൾഡറിൽ കയറ്റി ബൾബ് കത്തിച്ച് രാത്രി 9 മണിയായാൽ ആ 110ന്റെ ബൾബ് ഒഴിച്ച് വീണ്ടും പഴയ ബൾബ് കയറ്റി, അങ്ങനെ വീട്ടില് കറണ്ട് ഇല്ലാത്ത നേരത്ത്, വൈദ്യുതി ഇല്ലാത്ത നേരത്ത്, വോൾട്ടേജ് ഇല്ലാത്ത നേരത്ത് നമുക്ക് വോൾട്ടേജ് കിട്ടാൻ വേണ്ടി 110ന്റെ ഒരു ബൾബ്, 110 വോട്ടിൽ കത്തുന്ന ബൾബ്. വിശദീകരിക്കണമെന്നില്ല, നിങ്ങൾ ബാക്കി പഠിച്ചോളൂ. കയറിയൊരു കാലം ഉണ്ടായി. പുതിയ കുട്ടികളെ സാധനം കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, സ്റ്റെപ്പ് കേട്ടിക്കണം, സ്റ്റെപ്പ് എന്ന് കേട്ടിക്കണം. അപ്പൊ ഒരു കുട്ടി സത്യസന്ധമായിട്ട് പറഞ്ഞു, അത് ഈ മാഷെ ഞാൻ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ട്രാൻസ്ഫോമർ അല്ലേ ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. ഫിസിക്സിൽ കുറച്ച് താല്പര്യമുള്ള കുട്ടിയായിട്ട് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ അല്ലേ സ്റ്റെപ്പ്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സംഭവം ട്രാൻസ്ഫോമർ തന്നെയാണ്, പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, കേട്ടിക്കണം. കുട്ടികൾ കേട്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന നരച്ച കുറച്ച് ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും. എല്ലാ വീട്ടിലും ഒരു സ്റ്റെപ്പ് വെക്കും. വൈകുന്നേരം ആയത് ഇങ്ങനെ കൂട്ടണം, ടിക് 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 ടിക്. 4-മത്തേലെത്തിയ ഒരു മിന്നണ ബൾബ് വെളിച്ചുണ്ടാവും. വൈകുന്നേരമായ വോൾട്ടേജ് ഇല്ല, ഇങ്ങനെ ഫിലമെന്റ് മിന്നണ ലൈറ്റാണ്. അത് കൂട്ടാൻ വേണ്ടി വീട്ടിനുള്ളിൽ സ്റ്റെപ്പ് വെച്ച് സ്റ്റെപ്പ് ഇങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വോൾട്ടേജ് കൂടുമ്പോൾ അടുത്ത വീട്ടിൽ വോൾട്ടേജ് ഉള്ളതും കൂടി ഇല്ലാതെയായി. ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് സ്റ്റെപ്പ് വെച്ച് പ്രവർത്തിച്ചിരുന്ന, കറണ്ട് കിട്ടാൻ വേണ്ടി നെട്ടോട്ടം ഓടിയിരുന്ന ഒരു കാലം ഈ കേരളത്തിലുണ്ടായിരുന്നു. വളരെ മുമ്പല്ല, 10 കൊല്ലക്കാലം മുമ്പ്. മറന്നങ്ങള് മറന്നുപോയാ? മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഓർമ്മിപ്പിക്കണത്. ഇപ്പൊ കറണ്ട് പോണണ്ട, വോൾട്ടേജ് ഇല്ലാത്ത ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കുന്നുണ്ട. കറണ്ട് ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്, എല്ലാ വീട്ടിലും ലൈറ്റ് ഉണ്ട്, എല്ലാ വീട്ടിലും ഫാൻ ഉണ്ട്. കുട്ടികൾക്ക് ഫാൻ ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല, ഫാന് കറങ്ങാതെ കുട്ടികൾക്ക് ഉറങ്ങാൻ പറ്റില്ല. രാവിലെ വൈകുന്നേരം ചെന്നാൽ നല്ല ചൂടുകാലാണെങ്കിലും നല്ല തണുപ്പ് കാലാണെങ്കിലും, തണുപ്പ് കാലത്ത് എന്ത് ചെയ്യുന്നറിയാം, നല്ല മഴയൊക്കെ പെയ്യാണെച്ചാൽ ഫാൻ ഇട്ടിട്ട് മൂടി പോച്ചിട്ട് കിടന്നുറങ്ങും. അപ്പോൾ ഫാൻ കറങ്ങണം, ഫാൻ കറങ്ങിയാലേ ഓടാൻ പറ്റുള്ളൂ പുതിയ തലമുറയ്ക്ക്. ഞാൻ അവരെ കുറ്റപ്പെടുത്താനല്ല, നമ്മുടെ ജീവിത രീതി മാറുകയാണേ. വൈദ്യുതി നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവർക്കും വൈദ്യുതിയുള്ള സംസ്ഥാനമായി കേരളം മാറി. വോൾട്ടേജ് ക്ഷാമമില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളം മാറി. എല്ലാവർക്കും കറണ്ട് കിട്ടുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറി. അങ്ങനെ കേരളത്തിന് വൈദ്യുതി ഉണ്ടായപ്പോ, വൈദ്യുതി വന്നാൽ വീട്ടിലെ കറണ്ട് ഉപയോഗിക്കാന്നുള്ള മാത്രമല്ല നേട്ടം, അതിന്റെ ഭാഗമായി രണ്ടാമത്തെ ഒരു നേട്ടമുണ്ട്. ആ നേട്ടത്തിന്റെ പേരാണ് വൈദ്യുതി വന്നാൽ വ്യവസായം വരും. വ്യവസായം വരാൻ തുടങ്ങി. ഒരു ചങ്ങായി പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം, ഈ കോമാളികളൊക്കെ രംഗത്തിറക്കിയ, കോമാളി എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂപ്പർക്കൊക്കെ പ്രയാസം. പറയേണ്ട പേരല്ലാതെ വേറെ പറയാൻ പറ്റും. ഞാൻ അങ്ങനെ തന്നെ പറയാം. ഇപ്പൊ അതിൽ എന്നെ തൂക്കി കൊന്നാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു ചങ്ങായി പറഞ്ഞില്ലേ,
കേരളം മികവുറ്റതാണ് എന്ന് പറയുന്ന ആള് ഊളംപാറയിൽ ഇരുന്നിട്ടാവും പറഞ്ഞിട്ടുണ്ടാവുക. എങ്ങനല്ലേ പറഞ്ഞു? ഊളംപാറയിൽ ഇരുന്നിട്ടാവും പറഞ്ഞിട്ടുണ്ടാവുക. പറഞ്ഞ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നു ചേട്ടാ. ആരാണ് ആ ഊളംപാറയിൽ ഇരുന്ന ആള്? കേന്ദ്ര സർക്കാർ അന്വേഷിക്കാൻ, സംസ്ഥാനങ്ങളെ വിലയിരുത്താൻ, സംസ്ഥാനങ്ങളുടെ നേട്ടത്തെ പരിഹരിക്കാൻ, സംസ്ഥാനങ്ങളുടെ നേട്ടം എന്ത് എന്ന് കണ്ടെത്താൻ നിയോഗിച്ച നീതി ആയോഗ് എന്ന് പറയുന്ന സംവിധാനമാണ്. വൈദ്യുതിയിൽ ഏറ്റവും മികച്ചത് കേരളം, സാമൂഹ്യ സുരക്ഷയിൽ ഏറ്റവും മികച്ചത് കേരളം, വ്യവസായ സംരംഭത്തിൽ ഏറ്റവും മികച്ചത് കേരളം, വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ചത് കേരളം, ആരോഗ്യ രംഗത്ത് ഏറ്റവും മികച്ചത് കേരളം. അങ്ങനെ കേരളം മികച്ചതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാർ നിയമിച്ചിട്ടുള്ള നീതി ആയോഗ് എന്ന് പറയുന്ന സംവിധാനമാണ്. ആ സംവിധാനം പറയുന്നത് കേട്ടിട്ടാണ് ഊളംപാറയിൽ നിന്നാണ് പറയുന്നത് എന്ന് ആളുകളെ പരിഹസിച്ചുകൊണ്ട് ഈ ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഊളംപാറ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണെങ്കിൽ ആ കേന്ദ്ര സർക്കാരിനെയാണ് നിങ്ങൾ ഊളംപാറയിലുള്ള ഭ്രാന്തന്മാരെന്ന് വിളിക്കേണ്ടത് എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക.